ഭക്തജനങ്ങളെ, ഞാൻ പതിയാരം കല്ലടിക്കോട് കരിങ്കുട്ടിക്കാവ് മഠാധിപതി എം സുന്ദരൻ. ഞങ്ങൾ പാരമ്പര്യമായിട്ടുള്ള പറയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഞങ്ങൾക്ക് അതിപുരാതനമായിട്ട് തന്നെ കല്ലടിക്കോട് കരിനീലിയമ്മ എന്ന ഉപാസനാമൂർത്തി, കല്ലടിക്കോട് കരിനീലിയമ്മ, അത് കല്ലടിക്കോട്ടയ്ക്ക് കരിനീലി, നാട്ടുക്ക് മനവായി, വീട്ടുക്ക് ചെറുനീലി എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി ഐക്യരൂപേണ മൂകാംബിക എന്ന് പറയുന്ന പോലെ ഈ മലവാർത്തമ്മയ്ക്ക് കരിനീലി എന്നും മലവായി എന്നും ചെറുനീലി എന്നും നാമധേയമുണ്ട്. അപ്പോൾ ഭഗവതി ഒന്ന് തന്നെ. അപ്പോൾ ആ ഭഗവതിയുടെ ഉപാസകന്മാരും സേവകന്മാരുമാണ് ഞങ്ങൾ. അപ്പോൾ കല്ലടിക്കോട് നീലിയമ്മ എന്ന ആ ശക്തിയെ, പരാശക്തിയെ സാക്ഷാൽ മഹാദേവനായിട്ട്, പരമശിവനായിട്ട് തന്നെ ഈ പറയ കുലത്തിൽപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമൂർത്തിയായിട്ട് കാലങ്ങൾക്ക് അപ്പുറം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു തന്ന ഒരു ഭഗവതിയാണ് കല്ലടിക്കോട് നീലിയമ്മ. ഈ കല്ലടിക്കോട് നീലിയമ്മയ്ക്ക് പറയ സമുദായക്കാരെ പോലെ ആധികാരികമായിട്ട്, പ്രധാനമായിട്ടും ആധികാരികത്വം പറയ സമുദായത്തിൽപ്പെട്ടവർക്കാണ്. മറ്റ് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും അമ്മയെ ആരാധിക്കുന്നവരാണ്. അമ്മയ്ക്ക് എല്ലാവരുടെയും അനുഗ്രഹം പരിപൂർണമായിട്ടുണ്ടാകും, ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പറയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഞങ്ങളുടെ ഇവിടുത്തെ എൻ്റെ അറിവ് വെച്ചിട്ട് ഈ കൊട്ടേക്കാട് തണ്ടാൻ കളരി എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ളതായ ഈ ദേവസ്ഥാനം, അവിടുത്തെ മാമുണ്ണി തണ്ടാൻ എന്ന് പറയുന്നതായ ആ ഗുരുമുത്തപ്പനും, മാമുണ്ണി തണ്ടാൻ ഗുരുമുത്തപ്പൻ്റെ ആജ്ഞാവർത്തിയായിട്ട് നിന്നിരുന്നതായ പറയ സമുദായത്തിൽപ്പെട്ട കണ്ടമുത്തൻ, അപാര ശക്തിയുള്ള, എല്ലാവിധ കഴിവുകളുള്ള ഒരു മുത്തനാണ് കണ്ടമുത്തൻ. എന്തും പ്രവർത്തിക്കാനും എന്തിനും കഴിവുള്ള താന്ത്രിക ശക്തിയുള്ളതായ മുത്തപ്പൻ മാമുണ്ണി തണ്ടാൻ എന്ന് പറയുന്നതായ ഗുരുമുത്തപ്പൻ്റെ ആജ്ഞാവർത്തിയാണ്. എല്ലാവിധ ശക്തികളും, മാന്ത്രിക ശക്തികൾ, കയ്യഭ്യാസ ശക്തികൾ, അങ്ങനെ എല്ലാവിധത്തിലുള്ളതായ കണ്ടമുത്തൻ, അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ സാന്നിധ്യം ഈ കൊട്ടേക്കാട് തണ്ടാൻ കളരിയിൽ പരിലസിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ മാമുണ്ണി തണ്ടാൻ എന്ന് പറഞ്ഞായ ഗുരുവിൻ്റെ ഉപാസനയിലാണ് ഇവിടെ അയ്യപ്പസ്വാമിയുടെ ചരിത്രം. അപ്പോൾ ശക്തൻ തമ്പുരാൻ ഉള്ള കാലത്ത് അദ്ദേഹത്താൽ ഇവിടെ അഭ്യാസങ്ങളൊക്കെ പഠിക്കാൻ ഈ കളരിയിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് അദ്ദേഹം കളരി അഭ്യസിച്ചിട്ടുണ്ട്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ അയ്യപ്പസ്വാമിയും ഒരു കാലത്ത് ഇവിടെ ഈ കളരിയിൽ വന്ന് കായിക അഭ്യാസങ്ങൾ അഭ്യസിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്രകാരം ഭഗവാന് ഇവിടുന്ന് വിട്ടുപോകാൻ കഴിയാത്ത ഒരു മനസാന്നിധ്യം ഉണ്ടാവുകയും അവിടെ പ്രതിഷ്ഠിതനാവുകയും അതുകൊണ്ട് ഈ ഗ്രാമവാസികൾക്കും ഒട്ടകെ ധർമ്മശാസ്താവായിട്ടുള്ള അയ്യപ്പൻ്റെ പരിപൂർണ അനുഗ്രഹം കൊട്ടേക്കാട് തണ്ടാൻ കളരിയിൽ ഇന്നും നിലനിന്ന് പോരുന്നു. അനേകം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ഭഗവാനെ ഭജിച്ച് സായുജ്യമടഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ദേവതയാണ് ഈ നീലിയമ്മ. നീലിയമ്മയ്ക്ക് ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഏതൊരു കഷ്ടപ്പെട്ടു വരുന്നതായ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കുക, സന്തതിയില്ലാത്ത ആദായ മക്കൾക്ക് സന്താന സൗഭാഗ്യം കൊടുക്കുക, മംഗല്യം മുടങ്ങിക്കിടക്കുന്നതും മംഗല്യം നടക്കാത്തതുമായ മക്കൾക്ക് മംഗല്യഭാഗ്യം വരുത്തി കൊടുക്കുക. അതിന് അമ്മയ്ക്ക് പ്രധാനമായിട്ട് പട്ടും താലിയും മുതലായ വഴിപാടുകൾ ആളുകൾ സമർപ്പിച്ച് എത്രയോ ചരിത്ര പ്രധാനമായിട്ട് തന്നെ ഇവിടെ മംഗല്യം നടന്ന് സന്തതികളുണ്ടായിട്ടുള്ള ദമ്പതികളുടെ ആ സന്തോഷം ഒന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. അനവധി ആളുകളാണ് ഈ ദേവസ്ഥാനത്ത് വന്ന് ആ ദേവീശക്തിക്കും ആ ദേവസ്ഥാനത്തെ ആ അനുഗ്രഹത്തിനും പാത്രീഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും വരും കാലങ്ങളിലും ഭക്തജന സഹസ്രങ്ങൾ ഇവിടെ വന്ന് അഭയം പ്രാപിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല.
അത്രയും പ്രസിദ്ധമായ ഈ കൊട്ടേക്കാട് തണ്ടാങ്കളരിയിൽ എമ്പാടുമുള്ള ഭക്തജനങ്ങൾ വന്ന് ഇവിടെ പ്രാർത്ഥിക്കണം. ഇവിടെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ തൽഫലങ്ങൾ വളരെ ശക്തിവത്തായിട്ടുള്ളതായ കാര്യങ്ങളാണ്. ഞാനും എൻ്റെ പൂർവികന്മാരും കേട്ടറിഞ്ഞിടത്തോളം കൊട്ടേക്കാട് തണ്ടാങ്കളരി എന്ന പ്രസിദ്ധമായ ഈ ദേവസ്ഥാനം ഭക്തജനങ്ങളുടെ ഒരു അഭയകേന്ദ്രമാണ്, അഭയസ്ഥാനമാണ്. ഇവിടെ വന്ന് അപേക്ഷിച്ചവരാരും വെറും കൈയാൽ പോയിട്ടില്ല. ആരെയും ഇവിടുത്തെ ദേവതകൾ ഉപേക്ഷിച്ചിട്ടില്ല. ആയതുകൊണ്ട് ഇവിടെ വന്ന് അപേക്ഷിക്കുന്ന എല്ലാ സന്തതികൾക്കും ആയുസ്സും ആരോഗ്യവും അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം പരിയാരം കല്ലടിക്കോട് കരിങ്കുട്ടിക്കാവ് കൊണ്ടും മഠാധിപതി എന്നുള്ള നിലയ്ക്ക് എന്നിൽ നിന്നും എല്ലാവർക്കും ദീർഘമായ ആയുസ്സും അനുഗ്രഹവും ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.